അമ്മ സംഘടനയുടെ ഒരാവശ്യവും സമൂഹത്തിനില്ല. അമ്മ പിരിച്ചുവിടണമെന്ന് ജി സുധാകരൻ. താരസംഘടന അമ്മ പിരിച്ചുവിടണമെന്ന് CPIM മുൻ നേതാവും അമ്പലപ്പുഴ MLA-യുമായ ജി സുധാകരൻ. അമ്മ സംഘടനയുടെ ഒരാവശ്യവും സമൂഹത്തിനില്ല. അമ്മ മറ്റു സംഘടനകൾക്ക് തന്നെ അപമാനം. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മോഹൻലാലും മമ്മൂട്ടിയും ഇറങ്ങണം. സിനിമാ മേഖലയിൽ ഗ്രൂപ്പിസം നടക്കുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. പൊതുവേദിയിലാണ് വിമർശനം. അമ്മ കേരളീയ സമൂഹത്തിൽ എന്ത് സ്വാധീനം ചെലുത്തുന്നു? സാധാരണക്കാർക്ക് അവരെക്കുറിച്ച് ഒന്നും അറിയില്ല. നാട്ടുകാർക്ക് അതിനോട് താല്പര്യവുമില്ല. ഉയർന്നു വരുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം കാര്യമെന്നും ജി സുധാകരൻ വ്യക്തമാക്കി. ലൈൻ അഴിക്കുന്നതിനിടെ പോസ്റ്റ് ഒടിഞ്ഞു വീണു. മലപ്പുറത്ത് KSEB ജീവനക്കാരന് ദാരുണാന്ത്യം. മലപ്പുറം വിരിപ്പാടത്താണ് സംഭവം. കാരാട് സെക്ഷൻ ഓഫീസിലെ ലൈൻമാൻ സുരേഷ് ബാബുവാണ് ജോലി തിരക്കിനിടയിൽ ഉണ്ടായ അപകടത്തിൽ ദാരുണമായി മരണപ്പെട്ടത്. ലൈൻ അഴിച്ചു മാറ്റുന്നതിനിടെ ഒരു വശത്തേക്ക് ചെരിഞ്ഞ പോസ്റ്റ് സമീപത്തെ മതിലിലേക്ക് ഒടിഞ്ഞു വീഴുകയായിരുന്നു. അപകടമുണ്ടായ ഉടൻ തന്നെ സഹപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകട സ്ഥലത്തു തന്നെ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. തുടർ നടപടികൾക്കായി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്കും പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ചോദ്യപേപ്പറിൽ ഉത്തരവും. കേരള യൂണിവേഴ്സിറ്റി BSc 2ാം സെമസ്റ്റർ ചോദ്യപേപ്പറിൽ പിഴവ്. വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാൻ കേരള യൂണിവേഴ്സിറ്റിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. വിഷയം പരിശോധിക്കുമെന്ന് മാത്രമാണ് അറിയിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം കേരള യൂണിവേഴ്സിറ്റി സ്ഥിരീകരിക്കുന്നുണ്ട്. മലയാളികൾക്ക് ആശ്വാസം. ഓണത്തിന് കേരളത്തിലേക്ക് 100 ട്രെയിനുകൾ എത്തും. വമ്പൻ പ്രഖ്യാപനവുമായി റെയിൽവേ മന്ത്രി. ഓണത്തിന് കേരളത്തിലേക്ക് 100 ട്രെയിനുകൾ അധികമായി സർവീസ് നടത്തുമെന്ന പ്രഖ്യാപനവുമായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ് തുടങ്ങിയ നഗരങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് സ്പെഷ്യൽ സർവീസുകൾ ഉണ്ടായേക്കും. ഇത് സംബന്ധിച്ച അറിയിപ്പ് വൈകാതെ പ്രതീക്ഷിക്കാം. ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ചാണ് കൂടുതൽ സർവീസ്. പ്രത്യേക ട്രെയിനുകളുടെ സർവീസ് സമയക്രമം, റൂട്ടുകൾ, സ്റ്റോപ്പുകൾ എന്നിവയുടെ വിശദാംശങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ശമ്പള വർധന. തൃശൂരിൽ നഴ്സസ് സമ്പൂർണ്ണ പണിമുടക്കിലേക്ക്. നഴ്സസ് ശമ്പള വർധനയിൽ അമല, ജൂബിലി ആശുപത്രികൾ വാഗ്ദാനം നടപ്പാക്കാത്തതോടെ തൃശൂർ ജില്ലയിലെ നഴ്സസ് സമ്പൂർണ്ണ പണിമുടക്കിലേക്ക്. 48 മണിക്കൂറിനകം ജില്ലാതലത്തിൽ ശക്തമായ സമരം നടത്തും. സമരത്തിന്റെ പശ്ചാത്തലത്തിൽ രോഗികളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ആശുപത്രിയിൽ രോഗികളെ മാറ്റാൻ 48 മണിക്കൂർ സമയം നൽകുമെന്ന് UNA വ്യക്തമാക്കി.